നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊരു സഹാബി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഭൂമിയിൽ ഞങ്ങൾ നിങ്ങളെ തൊട്ടടുത്താണ് നിൽക്കുന്നത്, നിങ്ങളെ കാണാം, തൊടാം, നിങ്ങൾ അടുത്തിരിക്കാം, നിങ്ങളുമായി ആലിംഗനം ചെയ്യാം. സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ ഇതുപോലെ ഇരിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സുജൂദ് നിങ്ങൾ അധികരിപ്പിക്കുക എന്നതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി സുജൂദ് അധികരിപ്പിച്ചിരുന്നത് ഈ അവസാനത്തെ ദിനരാത്രങ്ങളിലായിരുന്നു. നബി മാത്രമല്ല, റഹിമല്ലാഹു റഅൻ ഖാമ മിനൽ ലൈലി വഅയ്ഖള അഹ്ലഹു, റഹിമല്ലാഹു റഅതൻ, രണ്ടും വേറെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഖാമത് മിനൽ ലൈലി വഅയ്ഖളത് അഹ്ലഹ, അള്ളാഹു കരുണ ചെയ്ത ഒരു മനുഷ്യൻ, അയാളുടെ പ്രവർത്തനം എന്താണ്? ഈ സന്ദർഭത്തിൽ അവസാനത്തെ പത്തിൽ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കും. വഅയ്ഖള അഹ്ലഹു, സ്വന്തം കുടുംബത്തെയും വിളിച്ചുണർത്തും. അള്ളാഹു കരുണ ചെയ്ത ഒരു സ്ത്രീയുടെ അടയാളം, അവൾ സ്വയം എഴുന്നേറ്റ് നമസ്കരിക്കും, അവളുടെ കുടുംബത്തെ അവൾ വിളിച്ചുണർത്തും. അപ്പൊ കുടുംബത്തെ അവസാനത്തെ പത്തിൽ സജ്ജമാക്കുക, അവസാനത്തെ പത്തിലുള്ള നമസ്കാരങ്ങളിലേക്ക് അവരെ വിളിച്ചു കൊണ്ടുവരിക. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടും. അലാ തഖൂമാനി തുസല്ലിയാൻ, നിസ്കരിക്കാൻ സമയമായി, നിങ്ങൾ എഴുന്നേൽക്കുന്നില്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസാനത്തെ പത്തിൽ എഴുന്നേറ്റ് നമസ്കരിച്ചാൽ ആ സന്ദർഭത്തിൽ എന്നെ പിടിച്ചു കൊണ്ടുവരും, എന്നിട്ട് പിന്നിൽ നിൽക്കാൻ പറയും. നബി ദീർഘമായി ഓതും. ഞാനെന്ത് ചെയ്യും? ഓത്ത് തുടങ്ങിയാൽ വേറെ മൂലയിൽ പോയി ഉറങ്ങും. അപ്പൊ നബി സലാം വീട്ടിയാൽ വീണ്ടും ചെവിക്ക് പിടിച്ചെന്നെ കൊണ്ടുവരും. പക്ഷേ ഇത് അവസാനത്തെ പത്തിലല്ലാത്തൊരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്തിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ ഉറങ്ങുന്നുണ്ടാവും. നബി എന്തെങ്കിലും അവരെ ശല്യപ്പെടുത്തില്ല. എന്നല്ല, ഉറങ്ങുന്ന ആൾ ആ സമയത്ത് വിളിക്കുന്നത് നല്ലതുമല്ല. നിസ്കരിക്കുന്ന ആൾ നിസ്കരിച്ചോട്ടെ എന്നുള്ളതാണ്. അതേസമയം റമദാനിൽ അവസാനത്തെ പത്തിൽ വഅയ്ഖള അഹ്ലഹു, നബി അവരെയും വിളിച്ചുണർത്തും. കാരണം ആയുസ്സിലൊരു മനുഷ്യന് കിട്ടുന്ന, നന്നാവാൻ കിട്ടുന്ന ഏറ്റവും അവസാനത്തെ ഒരു അവസരമാണ് റമദാൻ എന്ന് പറയും. അത് ഉപയോഗപ്പെടുത്താത്ത മനുഷ്യൻ ഹതഭാഗ്യനാണ്.